പൊന്ന പുറത്തേക്ക് പോവാ ഉണ്ടോ അമ്മ വരട്ടെ. ആ ഓക്കെ, ഡ്രസ്സ് മാറിയല്ലേന്നാ അമ്മേനെ കൊണ്ടുപോവോ? ഓക്കേ. ഹലോ, അപ്പോൾ ഞങ്ങൾ ഇന്നൊന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. രാത്രി ആയിട്ടുണ്ടായിരുന്നു സമയം. അപ്പോൾ ഏട്ടൻ ഇന്ന് വന്നപ്പോൾ പറഞ്ഞു നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ എന്നുള്ളത്. അങ്ങനെ ഇതാ പുറത്തേക്ക് പോകുന്ന സന്തോഷമാണ് കേട്ടോ അച്ഛനും മകനും കാണിക്കുന്നത്. ഡാൻസൊക്കെ കളിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഏട്ടൻ സ്പ്രേ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിക്കുട്ടന് വേണമെന്ന് പറഞ്ഞിട്ട് ഇച്ചിക്കുട്ടന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വെറുതെ നിൽക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് എനിക്കും അടിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോവാൻ അമ്മ എടുക്കാം. അമ്മ എടുക്കണ്ട, അച്ഛനെടുത്താൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഈ കുട്ടി എന്താ ഇങ്ങനെയായിന്ന് അറിയില്ല. എല്ലാ കുട്ടികളും അമ്മ കുട്ടികളാകുമ്പോൾ ഇവിടെ അച്ഛക്കുട്ടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മിക്ക ഞങ്ങളുടെ യാത്രകളും രാത്രിയായിരിക്കും കേട്ടോ. ഏട്ടൻ വന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതാണ് ഇഷ്ടം കേട്ടോ. ഇച്ചിക്കുട്ടനും ഇപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ഇറങ്ങിയത് വേറെ ഒന്നല്ല, ഏട്ടന് കൊള്ളിയും ബോട്ടിയും കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. എന്നാൽ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല, എന്നാലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ആദ്യമായിട്ടാണ് ഈ ഒരു കടയ്ക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടി പോണത്. ഞങ്ങൾ പാഴ്സലൊക്കെ വാങ്ങാറുണ്ട്. അങ്ങനെ ഇതാ ഏട്ടൻ കൊള്ളിയും ബോട്ടിയും പറഞ്ഞു. ഞാൻ അവിടെ ചപ്പാത്തി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ബീഫും ചപ്പാത്തിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്ക് ബീഫ് കയറ്റാൻ പാടില്ല. അപ്പോൾ പുറത്തേക്ക് വരുമ്പോഴൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ബീഫ് കഴിക്കാറുള്ളത്. അങ്ങനെ ഞാൻ ചപ്പാത്തിയും ബീഫും പറഞ്ഞു. അങ്ങനെ അതാ ഇച്ചിക്കുട്ട ഇവിടെ ഗംഭീര കളിയായിരുന്നു കേട്ടോ. അവിടെയുള്ള ആൾക്കാരൊക്കെ വെറുപ്പിക്കുന്നുണ്ടായിരുന്നു, അവിടെ കൊട്ടിയിട്ടും തല്ലിയിട്ടൊക്കെ. അങ്ങനെ അതാ ഫുഡ് എത്തി. അപ്പോൾ ഇച്ചിക്കുട്ടനെ ചപ്പാത്തി തന്നെ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതാ ഫുഡ് എത്തി. ഏട്ടൻ്റെ കൊള്ളിയും ബോട്ടി എത്തി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു സ്പൂണ് തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. തോനെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ അതാ കൊള്ളിയും ബോട്ടിയും വന്നു. ഇനി എൻ്റെ ചപ്പാത്തിക്കും ബീഫിനും വേണ്ടിയിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവർ ചൂട് കൊടുക്കാനേ ചപ്പാത്തി ഉണ്ടാക്കി തന്നു. നല്ല ചൂടുള്ള കറി ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ കറിവേപ്പിലായിരുന്നു കേട്ടോ. അത് തട്ടിക്കളഞ്ഞ് കഴിക്കാൻ എനിക്ക് നേരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതാ ഞാൻ ചപ്പാത്തിയിലേക്ക് ചൂടുള്ള ബീഫ് കറി ഒഴിച്ചു കൊടുത്തു. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നേരെ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ.